ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് ആണ്. ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു നല്ല പുഡിംഗ് ആണ്. കാരണം ഇത് കാണാൻ വളരെ ഭംഗിയാണ്, കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു കൈ നിറയെ ബാദാം ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇടാം. ഇത് ഫുഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ ഒരു സിപ്പർ ബാഗിലിട്ടിട്ട് പൊടിച്ചാലും മതി. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കാം. പക്ഷെ മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ പൊടിഞ്ഞു പോകും. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് 4 പീസ് ബ്രെഡ് ആണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 പാക്കറ്റാണ് ഉള്ളത്. ഇതിൽ ഒരു പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 20 ബിസ്ക്കറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചാലും മതി, കുറച്ചധികം പൊടിഞ്ഞു പോകുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി, കൂടുതൽ സമയം വെച്ചിരിക്കണ്ട. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഹെർട്ട് ഷേപ്പുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേയിൽ ഇത് സെറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരേപോലെ നിരത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത ഉടനെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കിത് ഇവിടെ വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം, സെറ്റായി കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് 250 ml ഉള്ള ഒരു കപ്പാണ്. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് മധുരത്തോടു കൂടിയുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് ഞാനിതിൽ വളരെ കുറച്ച് മാത്രമേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുള്ളൂ. ഈ ക്രീം നന്നായിട്ട് പതിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് ചോക്ലേറ്റ് മൈക്രോവേവ് ചെയ്യാൻ പോവുകയാണ്. അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും എടുക്കാം. ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ ക്രീം അടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല കട്ടിയായിട്ട് വരുന്നത് വരെ അടിക്കണം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇത് നല്ല മധുരമുള്ള ക്രീം ആയതുകൊണ്ടാണ് ഞാനിവിടെ വളരെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. മധുരമില്ലാതെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ്. ഇത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിതിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഈ ക്രീമിൽ ഓൾറെഡി അത് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് ഈ ക്രീമിൽ നിന്നും പകുതി എടുത്തൊരു ബൗളിലേക്ക് മാറ്റാം.
നേർ പകുതി തന്നെ എടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ പകുതി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ക്രീമിലേക്ക് നമുക്ക് നേരത്തെ മൈക്രോവേവ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് ചേർക്കണം. ഇത് ഞാൻ 1.5 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ചിപ്സ് ആണ്. നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കാം. 1.5 മിനിറ്റ് മാത്രമേ ഞാനിത് മൈക്രോവേവ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. നമുക്ക് ഈ മുഴുവൻ ചോക്ലേറ്റും ഈ ക്രീമിലേക്ക് ചേർക്കാം. ഇതൊരു 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 1/4 കപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പാത്രത്തിലേക്ക് അല്പം ക്രീം ചേർത്തിട്ട് ചോക്ലേറ്റ് മുഴുവൻ നമുക്കിതിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് ഈ ചോക്ലേറ്റും ക്രീമും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബൗള് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ച ബിസ്ക്കറ്റ് മിക്സി ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് ക്രീം ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ആഡ് ചെയ്ത ക്രീം മുഴുവനും ഇതിലേക്ക് ചേർത്ത് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാ ഭാഗത്തും ഒരേപോലെ ഇതുപോലെ നിരത്തി കൊടുത്ത് നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം, അതായത് വൈറ്റ് ക്രീം. ഈ ക്രീം മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് അതും നന്നായിട്ട് ഒരേപോലെ നിരപ്പാക്കി കൊടുക്കുക. ഒരേപോലെ നിരത്തിയതിന് ശേഷം നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. നട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ഭംഗിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ബദാം ക്രഷ് ചെയ്തതും അതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു മെലോൺ സീഡ്സും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. പിസ്തയോ കാഷ്യൂ നട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഈ നട്ട്സ് നമുക്കിനി എല്ലാ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി വരും. അതിനുശേഷം നമുക്ക് ഈ പുഡിംഗ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ ഈ പുഡിംഗ് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. മൂന്ന് 4 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് പതുക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ഇതിൽ ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റോ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് മാറും, കാരണം ഇതിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ആണല്ലോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ റോസ്റ്റ് ചെയ്തതും അതുപോലെ നട്ട്സും പിന്നെ ചോക്ലേറ്റ് ടേസ്റ്റുള്ള ക്രീമും ഒക്കെ ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നമുക്കിത് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.